ഹലോ ഗൈസ്, വരാനിരിക്കുന്ന ക്രിസ്മസ് എക്സാമിന്റെ ചോദ്യ പേപ്പറിൽ കാണാൻ പോകുന്ന ഒരു ചോദ്യമാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ചിത്രത്തിന് ബേസ് ചെയ്തിട്ടൊരു ചോദ്യം ഷുവറാണ്. അതുകൊണ്ട് തന്നെ മാക്സിമം ഇങ്ങോട്ട് ശ്രദ്ധിച്ചോളൂ. ഇങ്ങനെ ഒരു ചിത്രം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം, കറണ്ട് പാസ് ചെയ്യുന്ന എയിൽ നിന്ന് ബിയിലേക്കാണോ എന്ന് ചെക്ക് ചെയ്യണം. രണ്ടാമത്തെ കാര്യം, ഇവിടെ നോർത്ത് പോളാണോ സൗത്ത് പോളാണോ എന്ന് ചെക്ക് ചെയ്യുക. ഈ രണ്ട് കാര്യം മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ഫ്ലെമിങ്ങിന്റെ ഇടത് കൈ നിയമം, ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കുക. താഴെ കാണുന്ന ഈ ചിത്രത്തിലേക്ക് നോക്കൂ, ഇതേ രൂപത്തിൽ പിടിക്കുക. മുകളിൽ നോർത്ത് പോൾ ആണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. മുകളിൽ നോർത്ത് പോൾ ആണെങ്കിൽ ചൂണ്ടുവിരൽ മുകളിലേക്ക് പിടിക്കുക. അപ്പൊ തന്നിരിക്കുന്ന ചിത്രത്തിൽ നോർത്ത് പോൾ ആണ്, അതുകൊണ്ട് ചൂണ്ടുവിരൽ മുകളിലേക്ക് പിടിച്ചു. അങ്ങനെയെങ്കിൽ സെന്റർ ഫിംഗർ ഇങ്ങോട്ടാണ്, അങ്ങനെയെങ്കിൽ തള്ളവിരൽ തമ്പ് ഈ സൈഡിലേക്കാണ്. അപ്പൊ ഈ ചിത്രത്തിന് ബേസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ചൂണ്ടുവിരൽ ഇങ്ങോട്ട് പിടിച്ചു, കറണ്ട് എയിൽ നിന്ന് ബിയിലേക്ക്, അപ്പൊ തമ്പ് ഈ ഡയറക്ഷൻ, അതുകൊണ്ട് എ ബി എന്ന കണ്ടക്ടർ എങ്ങോട്ട് ചലിക്കുന്നു? ക്യൂ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ എ ബി എന്ന കണ്ടക്ടർ എങ്ങോട്ട് ചലിക്കുന്നു? ക്യൂ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നു. ഓർത്തു വയ്ക്കാം. അങ്ങനെയെങ്കിൽ ഇതേ ചിത്രത്തിന് ബേസ് ചെയ്തിട്ട് മറ്റൊരു ചോദ്യം വരും. ഈ ചിത്രത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നേരത്തെ പറഞ്ഞ പോലെ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കറണ്ട് പാസ് ചെയ്യുന്ന എയിൽ നിന്ന് ബിയിലേക്ക്, കറക്റ്റ്. ഇനി രണ്ടാമത്തോടെ നോർത്ത് പോൾ വരെ സൗത്ത് പോൾ തന്നു. സൗത്ത് പോൾ വന്നാൽ എന്റെ ഗായ് ശ്രദ്ധിക്കുക, ചൂണ്ടുവിരൽ എന്ത് ചെയ്യും? നേരെ താഴത്തേക്ക് കുത്തനെ പിടിക്കണം. അതായത് സൗത്തിലേക്ക് എന്ത് ചെയ്യണം? ചൂണ്ടുവിരൽ പിടിക്കുക. അപ്പൊ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ സൗത്തിലേക്ക് എന്ത് ചെയ്യുന്നു? ചൂണ്ടുവിരൽ ഇങ്ങനെ പിടിക്കുന്നു. കറണ്ട് പാസ് ചെയ്യുന്ന എയിൽ നിന്ന് ബിയിലേക്ക്, അപ്പൊ തള്ളവിരൽ ഈ ഡയറക്ഷനിലേക്ക്. അതുകൊണ്ട് എ ബി എന്ന ചാലകം എങ്ങോട്ട് ചലിക്കുന്നു? പി ഡയറക്ഷനിലേക്ക് ചലിക്കുന്നു. ഓർത്തു വയ്ക്കുക. ഇനി ഈ രണ്ട് ചിത്രത്തിന് ബേസ് ആയിട്ടുള്ള ചോദ്യം നമ്മൾ പഠിച്ചു. ഇനി ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുറച്ച് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു സിമ്പിൾ ട്രിക്ക് പറയണം. ഒരു ബ്ലണ്ടർ ട്രിക്കാണ്. ഒന്നുമില്ല, ഇവിടെ എന്താണ് എസ് എന്ന് പറഞ്ഞാൽ സന്തോഷം വരുമ്പോ എബി എന്ത് ചെയ്യുന്നു? പാട്ട് പാടുന്നു. ഓർത്തേക്കുക. എന്താണ്? ഒന്നുമില്ല, സന്തോഷം വരുമ്പോ എബി എന്ത് ചെയ്യുന്നു? പാട്ട് പാടുന്നു. അതായത് പി ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ ഇവിടെ എന്ത് ഓർത്തേക്കുക? എ ബി നിങ്ങൾ ക്യൂവിലാണെന്ന് ഓർത്തേക്കുക. എന്താണ്? എ ബി നിങ്ങൾ ക്യൂവിലാണെന്ന് ഓർത്തേക്കുക. ഈ രണ്ട് ബ്ലണ്ടർ ട്രിക്കോട് കൂടി നിങ്ങൾ ഇത് കംപ്ലീറ്റ് പഠിച്ചില്ലേ? അപ്പൊ ഇതേപോലെ ഇനിയും ഒരുപാട് എക്സ്പെരിമെന്റ് ഉണ്ട്. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? സെറ്റാക്കും.